ലോകരാഷ്ട്രീയത്തെയും സാമ്പത്തിക വിപണികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യ കത്തുകയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതോടെ പതിറ്റാണ്ടുകൾ നീണ്ട ഷാഡോ വാർ, നിഴൽ യുദ്ധം ഒരു മഹാപോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ആഘാതത്തിൽ സൗദിയിലെ റാസ് തനൂറ റിഫൈനറികൾ കത്തി അമരുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ ഒലിച്ചു പോവുകയും ചെയ്യുന്ന ഭീതി നിറഞ്ഞ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ കടന്നുകയറ്റവും ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷവും ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ സെക്യൂരിറ്റിയെ പോലും ചോദ്യചിഹ്നമാക്കുമ്പോൾ ഇറാനിന്റെ ആത്മീയ വേരുകൾ ചെന്നെത്തുന്ന ഇന്ത്യയിലെ ബാരാബങ്കി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ കഥകൾ മുതൽ ട്രംപിന്റെ 4 ആഴ്ചത്തെ വാർ അൾട്ടിമേറ്റം വരെ നീളുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ലോകയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വെൽക്കം ടു ലോക. തെഹ്റാൻ കത്തുകയാണ്, ബെയ്റൂട്ട് പുകയുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ വ്യോമസേന, മറുവശത്ത് ഇറാനിന്റെയും ഹിസ്ബുള്ളയുടെയും ചാവേർ ആക്രമണങ്ങൾ. ഇതിനിടയിലേക്ക് ലോകശക്തിയായ അമേരിക്ക നേരിട്ട യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മളിന്ന് കാണുന്നത് വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ഗ്ലോബൽ ക്രൈസിസ് ആണ്. ലോകത്തെ മൊത്തം പിടിച്ചുലയ്ക്കുന്ന എണ്ണ പ്രതിസന്ധി വരാൻ പോവുകയാണോ? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ വാർ തുടങ്ങിക്കഴിഞ്ഞു. അതിലേറെ ഞെട്ടിക്കുന്നത് അമേരിക്ക ഈ പോരാട്ടത്തിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് നേരിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്തു എന്നതാണ്. ഇതിന്റെ പ്രത്യാഘാതം നമ്മുടെ കേരളത്തിൽ പോലും എത്തും. പെട്രോൾ വില മുതൽ ഷെയർ മാർക്കറ്റ് വരെ തകർന്നടിയാൻ സാധ്യതയുണ്ട്. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? ഹിസ്ബുള്ള ഇതിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഫെബ്രുവരി 28 മുതൽ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇറാനിൽ നടക്കുന്നത്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ലക്ഷ്യം വെക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വലിയ ആഘാതമാണ്. ഖമേനി മാത്രമല്ല, ഖമേനിയുടെ കുടുംബാംഗങ്ങളും ഇറാനിന്റെ ഡിഫൻസ് മിനിസ്റ്റർ, ആർമി ചീഫ് എന്നിവരും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ടെഹ്റാനിലെയും ഇസ്ഫഹാനിലെയും ന്യൂക്ലിയർ സൈറ്റുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത്. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിക്ലയർഡ് വാർ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന ട്വിസ്റ്റ്, ഇറാനെ സഹായിക്കാൻ വേണ്ടി ലെബനിലെ ഹിസ്ബുള്ള ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ചാടിയിരിക്കുകയാണ്. ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഇസ്രായേലിലെ ഹൈഫ ലക്ഷ്യം വെച്ച് ഹിസ്ബുള്ള 100 കണക്കിന് മിസൈലുകൾ തൊടുത്തിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രായേൽ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വൻ ബോംബാക്രമണം നടത്തി. ലെബനൻ ജനത ഇന്ന് ഭീതിയുടെ നിഴലിലാണ്. റോഡുകളിലെല്ലാം വൻ ട്രാഫിക് ബ്ലോക്കാണ്. ജനങ്ങൾ ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ്. ഒരു മാസ് മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. ഇനി ഈ യുദ്ധം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ന് രാവിലെ ഷെയർ മാർക്കറ്റ് നോക്കിയിരുന്നു. ഇന്ന് രാവിലെ വിപണി തുറന്നപ്പോൾ തന്നെ സെൻസെക്സും നിഫ്റ്റിയും തകർന്നടിഞ്ഞു. ഒരു മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നിക്ഷേപകർക്ക് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നഷ്ടമായത്. സെൻസെക്സ് ഇന്ന് രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ 1000 പോയിന്റിലധികം ഇടിഞ്ഞ് 80,000 എന്ന നിർണായക നിലവാരത്തിന് താഴേക്ക് പോയി. നിഫ്റ്റി ആകട്ടെ 300 പോയിന്റിലധികം തകർന്ന് 24,800 ലെവലിലാണ് വ്യാപാരം നടക്കുന്നത്. ഇത് ഇന്ന് രാവിലത്തെ കണക്കാണ്. ഇതൊരു ചെറിയ തകർച്ചയല്ല. ഇറാനിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ നിക്ഷേപകർ ആകെ പരിഭ്രാന്തിയിലാണ്. ഏകദേശം 16 സെക്ടറുകളും നഷ്ടത്തിലാണ്. ഓട്ടോമൊബൈൽ, ബാങ്കിംഗ്, IT ഷെയറുകളെല്ലാം കൂപ്പുകുത്തി. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിൻവലിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ നിഫ്റ്റി ഇനിയും താഴേക്ക് പോകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധം കാരണം വിമാനയാത്രകൾ ആകെ താറുമാറായിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആകാശ പരിധി അടച്ചതോടെ ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ കമ്പനികൾ നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഇതിനെ തുടർന്ന് വിമാന കമ്പനികളുടെ ഓഹരി വിലയും ഇടിഞ്ഞു. എണ്ണവിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ബ്രെന്റ് ക്രൂഡ് വില ഇന്ന് രാവിലെ 12% വരെ ഉയർന്നു. ഇറാൻ ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ലോകത്തിലെ 20% ഓയിൽ സപ്ലൈ നടക്കുന്നത് ഈ വഴിയിലൂടെയാണ്. ഇത് നീണ്ടുപോയാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടും. ഇതൊരു ഇക്കണോമിക് ഡിസാസ്റ്റർ കൂടിയാണ്. ഇനി നമ്മുടെ രൂപയുടെ കാര്യം നോക്കാം. ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയിരിക്കുകയാണ്. ഡോളറിനെതിരെ 91.29 എന്ന നിലയിലാണ് രൂപ ഇപ്പോൾ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ കൂടുമെന്നാണ്. ഇതിനെല്ലാം പ്രധാന കാരണം ക്രൂഡ് ഓയിൽ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു പ്രൈസാണ്. ഇറാൻ ഹോർമസ് കടലിടുക്ക് അടച്ചു പൂട്ടിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 7% വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $82 കടന്നു. ഇന്ത്യയുടെ 85% എണ്ണയും ഇറക്കുമതി ചെയ്യുന്നതാണ്.
നമുക്കറിയാം 2025 ജൂണിലും സമാനമായ ഒരു 12 ദിവസത്തെ യുദ്ധം ഇവർ തമ്മിൽ നടന്നിരുന്നു. അന്ന് കാര്യങ്ങൾ ഒരുവിധം അടങ്ങിയതാണ്. എന്നാൽ ഇത്തവണ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഗവൺമെന്റ് ഇറാനിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ലക്ഷ്യം. മാർക്കറ്റ് തകരുമ്പോൾ എല്ലാവരും പണം മാറ്റുന്നത് സ്വർണത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇന്ന് റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. ഇന്ന് രാവിലെ MCX-ൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1,65,000 രൂപ വരെയായി ഉയർന്നിരുന്നു. വെള്ളിവില കിലോയ്ക്ക് 2,85,000 രൂപയും കടന്നു. നിക്ഷേപർ സുരക്ഷിതമായൊരു ഇടമായി സ്വർണത്തെ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു വിലക്കയറ്റം. യുദ്ധം കഠിനമായാൽ സ്വർണ്ണവില 10 ഗ്രാമിന് 2 ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി യുദ്ധമുഖത്തെ കാര്യങ്ങൾ നോക്കിയാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളും തകർത്തു കഴിഞ്ഞു. ഇറാന്റെ ഭരണകൂടത്തെ തന്നെ മാറ്റാനാണ് അമേരിക്കൻ ലക്ഷ്യം. ഇതിനൊക്കെയുള്ള പ്രതികാരമായിട്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയാണ്. ലെബന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു അശാന്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. വിപണി ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. ഒരു ചെറിയ തീപ്പൊരി പടർന്നു പിടിച്ചാൽ അത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു മഹാവിപത്തായി മാറും. സമാധാന ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം ഇന്നൊരു വൻ സ്ഫോടനത്തിന്റെ വക്കിലാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. 2026 ഫെബ്രുവരി 28 ഈ തീയതി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഒരു വലിയ ഭരണകൂടത്തിന്റെ തകർച്ചയുടെ തുടക്കമായിട്ടായിരിക്കും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണം തെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയെ ചാരമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ യുദ്ധവാർത്തകൾക്കിടയിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അമ്പരപ്പുണ്ടാക്കുന്ന മറ്റൊരു രഹസ്യമുണ്ട്. ഇറാനിന്റെ വിപ്ലവ നായകനായിരുന്ന ആയത്തുള്ള ഖൊമേനിയുടെ കുടുംബത്തിന് നമ്മുടെ ഉത്തർപ്രദേശുമായി ഒരു ആഴത്തുള്ള ബന്ധമുണ്ട്. അതെ, ഇറാനിന്റെ ആത്മീയ വേരുകൾ ചെന്നെത്തുന്നത് ഇന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. എന്താണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്? ഇറാനിന്റെ ഇന്ത്യൻ കണക്ഷൻ എന്താണ്? വിശദമായി പരിശോധിക്കാം. അറബ് ലോകവും പടിഞ്ഞാറൻ ഏഷ്യയും വീണ്ടും ഒരു ചരിത്രസന്ധിയുടെ വക്കിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ആ നിർണായകമായ ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെ F-35 വിമാനങ്ങളും അമേരിക്കൻ ഡ്രോണുകളും ചേർന്ന് ഇറാനിന്റെ ഹൃദയഭാഗമായ തെഹ്റാനിൽ മിസൈലുകൾ വർഷിച്ചു. 86-കാരനായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ 37 വർഷത്തെ ഒരു സുദീർഘമായ യുഗത്തിനാണ് അന്ത്യമായിരിക്കുന്നത്. തെരുവുകളിൽ ഇപ്പോൾ 2 തരം കാഴ്ചകളാണ്. ഒരു വശത്ത് ഖമേനിയുടെ അനുയായികൾ കറുത്ത വസ്ത്രമണിഞ്ഞ് വിലാപയാത്ര നടത്തുന്നു. എന്നാൽ മറുവശത്ത് ഇറാനിന്റെ കടുത്ത നിയമങ്ങളിൽ മടുത്ത ഒരു വിഭാഗം ജനം പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും ഇത് ആഘോഷിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇതിനെ മുസ്ലിങ്ങൾക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനം എന്നാണ് വിളിച്ചത്. എന്നാൽ പടിഞ്ഞാറൻ ശക്തികൾ ഇതൊരു പുതിയ തുടക്കമായിട്ടാണ് കാണുന്നത്. ലോകം ഒരു പുതിയ തുടക്കത്തിലേക്കാണോ അതോ 3ാം ലോക മഹായുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന് നിരീക്ഷകർ ഭയപ്പെടുന്നു. ഇനി നമുക്ക് ആരും അധികം ചർച്ച ചെയ്യാത്ത ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റിലേക്ക് വരാം. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്ന മറ്റൊരു കൗതുകരമായ വസ്തുതയുണ്ട്. ആധുനിക ഇറാന്റെ അടിത്തറ പാകിയ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹല്ല ഖൊമേനിയുടെ വേരുകൾ ചെന്നെത്തുന്നത് ഇങ്ങ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള ബാരാബങ്കി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് എന്നതാണത്. ഇറാനിന്റെ ഈ ആത്മീയ സാമ്രാജ്യം പടുത്തുയർത്തിയ ആയത്തുള്ള റുഹല്ല ഖൊമേനിയുടെ പിതാമഹൻ ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിനിടയിൽ ഇറാനിന്റെ ചരിത്രവും ഇന്ത്യയുടെ മണ്ണും തമ്മിലുള്ള ആ രഹസ്യ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയേറുന്നുണ്ട്. ഇറാന്റെ ചരിത്രം മാറ്റിമറിച്ച 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ അമരക്കാരനായിരുന്നു ആയത്തുള്ള റുഹല്ല ഖൊമേനി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പിതാമഹനായ അഹമ്മദ് ഹിന്ദിക്ക് വലിയ പങ്കുണ്ട്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ബാരാബങ്കിയിലെ കിന്ദൂർ എന്ന ഗ്രാമത്തിലാണ് അഹമ്മദ് ഹിന്ദി ജനിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പതനവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ വളർച്ചയും ഇന്ത്യയെ പിടിച്ചുലയ്ക്കുമ്പോഴാണ് സയ്യദ് അഹമ്മദ് മുസവി എന്ന യുവാവ് കിന്ദൂരിലെ തന്റെ വേരുകൾ ഉപേക്ഷിച്ച് യാത്രയാകുന്നത്. ഇസ്ലാമിക പാണ്ഡിത്യത്തിൽ പേരെടുത്ത കിന്ദൂർ അക്കാലത്ത് ഷിയ വിശ്വാസികളുടെ പ്രധാന പഠന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. 1830 ഇന്ത്യ വിട്ട അഹമ്മദ് ഹിന്ദി ഇറാഖിലെ നജാഫിലേക്കാണ് ആദ്യം പോയത്. അവിടെ വെച്ചാണ് അദ്ദേഹം പെർഷ്യൻ സംസ്കാരവുമായും അവിടുത്തെ മതനേതാക്കളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്. 1834 ഇറാനിലെ ഖൊമേൻ എന്ന പട്ടണത്തിൽ അദ്ദേഹം സ്ഥിരതാമസമാക്കി. അവിടെ വെച്ചൊരു വീട് വാങ്ങുകയും വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുകയും ചെയ്തു. താനൊരു ഇന്ത്യക്കാരനാണെന്ന വസ്തുത അദ്ദേഹം ഒരിക്കലും മറന്നില്ല.
അത് വ്യക്തമാക്കാനാണ് അദ്ദേഹം തന്റെ പേരിനൊപ്പം ഹിന്ദി എന്ന പദം ചേർത്തത്. അഹമ്മദ് ഹിന്ദി എന്ന പേരിൽ അദ്ദേഹം ഇറാനിലെ മതപഠന കേന്ദ്രങ്ങളിൽ പ്രശസ്തനായി. അദ്ദേഹത്തിന്റെ 5 മക്കളിൽ ഒരാളായ മുസ്തഫയുടെ മകനായിട്ടാണ് 1902 റോഹല്ല ഖൊമേനി ജനിക്കുന്നത്. റോഹല്ല ഖൊമേനിയുടെ വളർച്ചയിൽ ഈ കുടുംബ പാരമ്പര്യത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. മതം രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ടതല്ലെന്നും ഇസ്ലാം എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ചൊരു രാഷ്ട്രീയ വ്യവസ്ഥ കൂടിയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ രചനകളിലും പ്രസംഗങ്ങളിലും പലപ്പോഴും തന്റെ ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കടന്നു വരാറുണ്ടായിരുന്നു. ചില കവിതകളിൽ അദ്ദേഹം ഹിന്ദി എന്ന തൂലിക നാമം പോലും ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരനായ ബഖർ മുയിൻ രേഖപ്പെടുത്തുന്നുണ്ട്. പടിഞ്ഞാറൻ അനുകൂലിയായിരുന്ന ഷാ മുഹമ്മദ് റെസ പെലവിക്കെതിരെ ഖൊമേനി നടത്തിയ പോരാട്ടങ്ങൾ ഇറാന്റെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇനി ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ആയത്തുള്ള അലി ഖമീനിയുടെ അന്തത്തോടെ ഇറാൻ നേരിടുന്നത് വലിയൊരു നേതൃപ്രതിസന്ധിയാണ്. ഖമേനിയുടെ കുടുംബാംഗങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഭരണം താൽക്കാലികമായ ഒരു ഇടക്കാല നേതൃസമിതിയുടെ കൈകളിലാണ്. പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിലെ ഒരു നിയമവിദഗ്ധൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ കൊലപാതകത്തോടെ പാടെ മാറിയിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും ഒരേപോലെ ലക്ഷ്യമിട്ട് ഈ ഓപ്പറേഷൻ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ, അതോ ഇറാനിൽ ജനാധിപത്യപരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ബാരാബങ്കിയിലെ കിന്ദൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ നിന്നും രൂപം കൊണ്ട ഒരു ചിന്താഗതി പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഇസ്ലാമിക ഭരണകൂടവുമായി പരിണമിച്ചു എന്നത് ചരിത്രത്തിലെ കൗതുകരമായ ഒരു വൈരുദ്ധ്യമാണ്. ഖൊമേനിയുടെ പിതാമഹൻ അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ നൂറ്റാണ്ടുകൾക്കിപ്പുറം തന്റെ കുടുംബ പരമ്പര ഒരു വിദേശ രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. ഇന്നും കിന്ദൂരിലെ പഴയ തലമുറയിലുള്ളവർ ആയത്തുള്ള ഖൊമേനിയുടെ വേരുകളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കും ഭാഷാപരമായ വ്യത്യാസങ്ങൾക്കും അപ്പുറം മനുഷ്യവംശത്തിന്റെ ചരിത്രം എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇറാൻ ബരാങ്കി ബന്ധം. അലി ഖമേനിയുടെ മരണം ഇറാനെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ആ രാജ്യത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ അടിത്തറകളിൽ ഇന്ത്യയുടെ മണ്ണിനും ഒരു പങ്കുണ്ടെന്ന വസ്തുത വിസ്മരിക്കാനാവില്ല. മാറുന്ന ലോക സാഹചര്യത്തിൽ ഇറാനിലെ പുതിയ നേതൃത്വം തങ്ങളുടെ ചരിത്രപരമായ ഈ ബന്ധങ്ങളെ എങ്ങനെ നോക്കിക്കാണുമെന്നതും പ്രാധാന്യമർഹിക്കുന്നു. ഇപ്പോൾ ഇറാൻ നേരിടുന്നത് വലിയൊരു ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. അലി ഖമേനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതോടെ രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. നിലവിൽ ആയത്തുള്ള റാഫിക്ക് കീഴിൽ ഒരു ഇടക്കാല ഭരണസമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിലെ നിയമവിദഗ്ധർ എന്നിവർ ചേർന്നാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രവചനാതീതമാണ്. ഇസ്രായേലിനെതിരെ ഒരു വൻ തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ബാരാബങ്കിയിലെ കിന്ദൂർ ഗ്രാമത്തിന് ഇന്നും ഖൊമേനിയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാനുണ്ട്. പക്ഷെ വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോകത്തിന് നൽകുന്നത് സമാധാനമാണോ അതോ ചോരപ്പുഴയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ലോകം അക്ഷരാർത്ഥത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ പോരാട്ടമല്ല. അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ വൻ ശക്തികൾ ഒരു വശത്തും ഇറാനും ഹിസ്ബുള്ളയും മറുവശത്തും അണിനിരക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. വെറും 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 28 ദിവസത്തിനുള്ളിൽ ഇറാന്റെ കഥ മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഇതാണോ നമ്മൾ ഭയപ്പെട്ട 3ാം ലോക മഹായുദ്ധം? പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിത മരണം മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം ഒരു പ്രാദേശിക തർക്കം എന്നതിലുപരി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ പോരാട്ടത്തിൽ സജീവമായതോടെ ലോകക്രമം തന്നെ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളും അതിന് തിരിച്ചടിയായി ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സൈനിക നീക്കങ്ങളും ഈ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ശരിക്കും ഇറാൻ ഇസ്രായേൽ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടന്നത് ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയുടെ കടന്നുവരവോടെയാണ്. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു കഴിഞ്ഞു. ഇത് ഷാഡോ വാറിന്റെ അവസാനമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ഇതിന് അതിശക്തമായ മറുപടിയാണ് നൽകുന്നത്. ബെയ്റൂട്ട് മേഖലയിലെ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ലെബനന്റെ ആഭ്യന്തര സുരക്ഷയെ തകർത്തിരിക്കുകയാണ്.
വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇസ്രായേലിന്റെ നിലപാട് മേഖലയിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകളും ഈ സംഘർഷത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇറാനിയൻ ദേശസ്നേഹികളോട് ആഹ്വാനം ചെയ്ത ട്രംപ് ഈ സൈനിക നടപടി പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചത് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്നത്. 3 അമേരിക്കൻ സൈനികർ ഇതിനോടകം കൊല്ലപ്പെട്ടത് വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ സൈനികർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിന്റെ ഭീകരതയെ വിളിച്ചോതുന്നു. എന്നിരുന്നാലും ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെങ്കിൽ താൻ അതിന് ഒരുക്കമാണെന്ന ട്രംപിന്റെ പ്രസ്താവന സൈനിക നടപടികൾക്കിടയിലും നയതന്ത്രത്തിനുള്ള ഒരു ചെറിയ വാതിൽ തുറന്നിടുന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പൂർണ്ണ പിന്തുണയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രംഗത്തുണ്ട്. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം അനുമതി നൽകി കഴിഞ്ഞു. എന്നാൽ ഈ തീരുമാനം ബ്രിട്ടന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സൈപ്രസിലെ RAF എക്രോത്തിരി താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം സംഘർഷം യൂറോപ്പിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതിയാണ് ഉയർത്തുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കുചേരുന്നത് എന്നാണ് ബ്രിട്ടന്റെ വാദം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഇറാൻ മണ്ണിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബഹ്റൈൻ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നത് ഗൾഫ് മേഖലയിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. 61 മിസൈലുകളും 34 ഡ്രോണുകളുമാണ് ബഹ്റൈൻ സൈന്യം തടഞ്ഞത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര യോഗം ചേർന്ന് ഇറാന്റെ നടപടികളെ അപലപിച്ചത് പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ചേരിതിരിവ് വ്യക്തമാക്കുന്നു. സിവിലിയൻ വിമാനത്താവളങ്ങളെയും അതുപോലെ ഹോട്ടലുകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ വശം സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇറാനിലെ മിനാം നഗരത്തിൽ പെൺകുട്ടികളുടെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 153 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇതിനെ ഒരു കിരാത നടപടിയായി വിശേഷിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലോ അമേരിക്കയോ ഏറ്റെടുത്തിട്ടില്ല. യുദ്ധത്തിന്റെ പുകമറയിൽ സത്യം പലപ്പോഴും ബലി കഴിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ. സിവിലിയൻ മരണങ്ങൾ വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ ഈ സൈനിക നടപടിക്കെതിരെയുള്ള വികാരം ശക്തമാക്കാൻ കാരണമാകും. യുദ്ധത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ലോകത്തിലെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രമായ പശ്ചിമേഷ്യ അശാന്തമാകുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുകയാണ്. ബെൻ ക്രൂഡ് ഓയിലിന്റെ വില ഒരൊറ്റ ദിവസം കൊണ്ട് 8% വർദ്ധിച്ച് $79 എത്തിയിരിക്കുന്നു. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് ആഗോള പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഈ ഘട്ടത്തിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനുമായും സംസാരിക്കുകയുണ്ടായി. സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്ത്യയുടെ ആവശ്യം. ഗൾഫ് രാജ്യങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇനി ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ ഇറാനോട് ചർച്ചകൾക്ക് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയിൽ ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭാവി നിർണ്ണയിക്കാൻ സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. അമേരിക്കൻ കോൺഗ്രസിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല വിശദീകരണം ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കും. ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നത് പോലെ 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 28 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ, അതോ വിയറ്റ്നാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു യുദ്ധമായി ഇത് മാറുമോ എന്ന് കണ്ടറിയണം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാജ്യം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹിസ്ബുള്ളയെ പോലെയുള്ള സംഘടനകളുടെ പിന്തുണ അവർക്ക് കരുത്ത് നൽകുന്നു. എന്നാൽ സിവിലിയൻ നാശനഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും വർദ്ധിക്കുന്നത് ഇരുവിഭാഗത്തെയും ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചേക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആ സ്കൂളിൽ മരിച്ചു വീണ കുട്ടികളുടെ മുഖം മതി ഈ ഒരു ക്രൂരത അവസാനിപ്പിക്കാൻ. ലോകശക്തികൾ സംയമനം പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങാതിരിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹൈടെക് കൊലപാതകത്തെക്കുറിച്ചാണ്. ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ അറിഞ്ഞു. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഖമീനിയെ എങ്ങനെയാണ് അമേരിക്കയും ഇസ്രയേലും കൃത്യമായി കണ്ടെത്തിയത്? അതിന് ഉദാഹരണമായ സാങ്കേതിക വിദ്യയും ചാരന്മാരുടെ നെറ്റ്വർക്കും ഉപയോഗിച്ച് CIA-യും മൊസാദും നടത്തിയ ആ സീക്രട്ട് മിഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഖമീനിയുടെ ഓരോ ചലനവും അവർ നിരീക്ഷിച്ചിരുന്നു. വെറും ഒരു മിസൈൽ ആക്രമണമല്ല ഇത്. മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിംഗ് ആണ്.
എങ്ങനെയാണ് അവർ ഖമേനിയെ ട്രാക്ക് ചെയ്തത്? ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഖമേനിയെ പോലെ ഒരു നേതാവ് ഒരിക്കലും സ്മാർട്ട് ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ പിടിക്കപ്പെട്ടു? ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഖമേനിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ അമേരിക്കൻ ചാരന്മാരുണ്ടായിരുന്നു എന്നതാണ് സത്യം. CIA ഇതിനായി ഉപയോഗിച്ചത് ക്വാണ്ടം സിഗ്നൽ ട്രാക്കിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ്. ഖമേനി ഉപയോഗിക്കുന്ന പേനയിലോ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളിലോ പോലും ചെറിയ ഇലക്ട്രോണിക് ട്രാൻസ്മിറ്ററുകൾ ഘടിപ്പിക്കാൻ മൊസാദിന് കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. ഇതിലൂടെ സാറ്റലൈറ്റ് വഴി അദ്ദേഹത്തിന്റെ കൃത്യമായ കോർഡിനേറ്റ്സ് അവർക്ക് ലഭിച്ചു. ഈ ഒരു ഓപ്പറേഷനിൽ അമേരിക്കയുടെ CIAയും ഇസ്രായേലിന്റെ മൊസാദും കൈകോർത്തു. ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പോലും ഇസ്രായേൽ പണം കൊടുത്ത് ചാരന്മാരെ നിയമിച്ചിരുന്നു. ഖമേനി തന്റെ സുരക്ഷിത താവളം മാറ്റാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ വിവരം വാഷിംഗ്ടണിലും ടെല്ലവീവിലും എത്തി. അദ്ദേഹം ഭൂമിക്കടിയിലുള്ള ബങ്കറിലേക്ക് മാറിയെങ്കിലും അവിടെയുള്ള വായുസഞ്ചാര പൈപ്പുകൾ, അതായത് എയർ വെൻസിലൂടെ സിഗ്നലുകൾ അയക്കാൻ കഴിയുന്ന ചെറിയ നാനോ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ലൊക്കേഷൻ ഉറപ്പിച്ചത്. ഇത് കേവലം ഒരു യുദ്ധമല്ല, ഒരു ടെക്നോളജിക്കൽ മാസ്റ്റർ പീസ് ആണെന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. ഫെബ്രുവരി 28 രാത്രി കൃത്യമായ വിവരം ലഭിച്ചതോടെ അമേരിക്കൻ F-35 വിമാനങ്ങൾ പറന്നുയർന്നു. റഡാറുകളിൽ പെടാത്ത ഈ വിമാനങ്ങൾ തൊടുത്തുവിട്ടത് ബങ്കബസ്റ്റർ മിസൈലുകളാണ്. ഖമേനി ഇരുന്നിരുന്ന ആ മുറിയിലേക്ക് തന്നെ മിസൈൽ വന്നു പതിച്ചു. രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പോലും ലഭിച്ചില്ല. ഇന്ന് ഇറാൻ ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്: നമ്മുടെ സുരക്ഷാ വലയത്തിൽ വിള്ളൽ വീഴ്ത്തിയത് ആരാണ്? ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വഞ്ചകരുണ്ടോ എന്ന് അവർ ഭയപ്പെടുന്നു, സംശയിക്കുന്നു. ഈ കൊലപാതകം ഇറാൻ ഭരണകൂടത്തെ അടിമുടി ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിൽ വലിയ ആഭ്യന്തര കലാപം തുടങ്ങിയിട്ടുണ്ട്. ഒരു വിഭാഗം ജനം തെരുവിൽ ആഘോഷിക്കുമ്പോൾ സൈന്യം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇസ്രായേൽ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് നീതി നടപ്പിലാക്കിയെന്നാണ്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എണ്ണവിലയിലും ആഗോള വിപണിയിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇത് കാണാനും തുടങ്ങിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ തലവനെ ഇല്ലാതാക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖമേനിയുടെ മരണം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത നീക്കം എന്തായിരിക്കും? ഇറാൻ പ്രതികാരം ചെയ്യുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണക്കട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ആഗോള വിപണികളെ പിടിച്ചുലച്ചിരിക്കുന്നു. ഇതിനൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈലുകൾ പെയ്തിറങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് അതീവ ഭീകരമായ വാർത്തകളാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയുടെ ലോക പ്രശസ്തമായ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതോടെ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു യുദ്ധമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക യുദ്ധം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ മുസ്ലിം രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്നത്? എന്താണ് ഇറാനിന്റെ യഥാർത്ഥ ലക്ഷ്യം? പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായ സൗദിയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെയാണ് ഇറാനിന്റെ ഡ്രോണുകൾ എത്തിയത്. പ്രതിദിനം 5,50,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് നിലവിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് അവിടെ വൻ അഗ്നിബാധ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കപ്പലുകളുടെ നീക്കം നിലച്ചിരിക്കുകയാണ്. ഇത് തുടർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയൊരു പ്രധാന ചോദ്യം ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്: എന്തുകൊണ്ടാണ് ഇറാൻ തങ്ങളെപ്പോലെ തന്നെയുള്ള മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്ന്? സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയക്കുകയാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി അമേരിക്കൻ സാന്നിധ്യമാണ്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, UAEയിലെ അൽ ദഫ്ര ബേസ്, ബഹ്റൈനിലെ US നേവി 5th ഫ്ലീറ്റ് എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഈ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ഭീതിയാണ് അവരെ ഈ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തേത് സമ്മർദ്ദ തന്ത്രമാണ്. തങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും നീങ്ങുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ലോകത്തിന് മൊത്തം സാമ്പത്തിക നഷ്ടമുണ്ടാക്കാമെന്ന് ഇറാൻ കരുതുന്നു. ഞങ്ങൾ തകർന്നാൽ ലോകത്തെയും ഞങ്ങൾ തകർക്കും എന്നൊരു സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇനി മൂന്നാമത്തേത് ആഭ്യന്തര രാഷ്ട്രീയ മേധാവിത്വമാണ്. അതായത് മേഖലയിൽ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഷിയ സുന്നി തർക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്.
ശരിക്കും യുദ്ധം വെറും എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദുബായിലെയും അബുദാബിയിലെയും ജനജീവിതത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ദുബായിലെ പ്രശസ്തമായ പാം ജുമൈറയിൽ മിസൈൽ ആക്രമണം ഉണ്ടായതായും 4 പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബുദാബി വിമാനത്താവളത്തിന് നേരെ വന്ന ഡ്രോണിനെ തകർത്തപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈനിലെയും US നേവി താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെല്ലാം ഭാഗികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ദശലക്ഷക്കണക്കിന് പ്രവാസികളെയാണ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ നിരവധി യാത്രകൾ റദ്ദാക്കി കഴിഞ്ഞു. എന്താണ് ഇറാന്റെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ശരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി ഭരണകൂട സംരക്ഷണം. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം തകരാതിരിക്കാൻ ഒരു വലിയ തിരിച്ചടി അവർക്ക് അനിവാര്യമാണ്. അടുത്തതായി അമേരിക്കയെ പുറത്താക്കുക എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും തുരത്തുക എന്നതാണ് അവരുടെ ദീർഘകാല ലക്ഷ്യം. അടുത്തത് ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ വെല്ലുവിളിച്ച് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പവർ ബാലൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് വേണം പറയാൻ. ആഗോള വിപണിയിൽ തകർന്നടിയുന്ന ഓരോ നിക്ഷേപകനും ഈ യുദ്ധത്തിന്റെ ഇരകളാണ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ട്രംപ് പറഞ്ഞതുപോലെ 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം തീരുമോ, അതോ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ദുരന്തമാകുമോ? കണ്ടു തന്നെ അറിയണം. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യൻ ആകാശത്തെ മൂടിക്കെട്ടി നിൽക്കുമ്പോഴും സമാധാനത്തിന്റെ ഒരു പോസിറ്റീവ് സൈൻ എവിടെയോ തെളിയുന്നുണ്ട് എന്ന പ്രത്യാശ നമുക്ക് കൈവിടാതിരിക്കാം. ലോകശക്തികൾ തമ്മിലുള്ള ചർച്ചകളും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകളും അനാവശ്യമായ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കാനും സഹായിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സാമ്പത്തിക തകർച്ചകളും യുദ്ധഭീഷണികളും ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന പാഠങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പാനിക് ആകാതെ ജാഗ്രതയോടെയും പരസ്പര സഹകരണത്തോടെയും നമുക്ക് ഈ പ്രതിസന്ധിയെയും മറികടക്കാം. ഏവരും സുരക്ഷിതരായിരിക്കുക. നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.